അത്ഭുതങ്ങൾ ചെയ്യാനല്ല യേശുക്രിസ്തു ലോകത്തിൽ വന്നത്. ഇന്ന് പലയിടത്തെയും പ്രവർത്തനവും രീതിയൊക്കെ കണ്ടാൽ യേശുക്രിസ്തു ലോകത്തിൽ വന്നത് കുറെ അത്ഭുതങ്ങൾ ചെയ്യാനാണ് എന്ന് തോന്നിപ്പോകും. എന്തിനാ യേശുക്രിസ്തു വന്നത്? പാപങ്ങളെ നീക്കുവാൻ ദൈവപുത്രൻ പ്രത്യക്ഷനായി. 1 യോഹന്നാൻ 3-ാം അധ്യായം. യേശുക്രിസ്തു ലോകത്തിൽ പ്രത്യക്ഷനായത് പാപങ്ങളെ നീക്കുവാനാണ്, പാപത്തിന് പരിഹാരം വരുത്താനാണ്. പാപത്തിന് പരിഹാരം വരുത്താൻ യേശുക്രിസ്തു ലോകത്തിൽ വന്നപ്പോൾ ചില രോഗികൾക്ക് കർത്താവ് സൗഖ്യം കൊടുത്തു. എന്നാൽ യേശുക്രിസ്തുവിന്റെ വരവിന്റെ ഏക ലക്ഷ്യം എന്ന് പറയുന്നത് എന്താ? രോഗസൗഖ്യമല്ലായിരുന്നു, പിന്നെ പാപമോചനമായിരുന്നു. ഇനി ഞാൻ പറയുന്നത് ഇതിനോട് ചേർത്ത് വെച്ച് പഠിക്കണം. യേശുക്രിസ്തു രോഗസൗഖ്യം നൽകിയത് പാപമോചനം എന്ന യാഥാർത്ഥ്യം മനുഷ്യൻ മനസ്സിലാക്കാൻ വേണ്ടിയാണ്. അതിന് പുതിയ നിയമത്തിലെ 4 സുവിശേഷങ്ങളിൽ ഒരൊറ്റ സുവിശേഷം പഠിച്ചാൽ മതി. ഏതാണെന്നറിയാമോ? മർക്കോസിന്റെ സുവിശേഷം മാത്രം പഠിച്ചാൽ മതി. 2-ാം അധ്യായം, മർക്കോസ് സുവിശേഷം 2-ാം അധ്യായത്തിന്റെ ആദ്യത്തെ 17 വാക്യങ്ങൾ. അവിടെ യേശുക്രിസ്തു പറയുന്നുണ്ട്, ദീനക്കാർക്കല്ലാതെ സൗഖ്യമുള്ളവർക്ക് വൈദ്യനെ കൊണ്ട് ആവശ്യമില്ല. ഇവിടെ യേശുക്രിസ്തു പറഞ്ഞു, ദീനക്കാർക്കല്ലാതെ സൗഖ്യമുള്ളവർക്കാർക്കും വൈദ്യനെ കൊണ്ട് ആവശ്യമില്ല. ഇവിടുത്തെ ദീനക്കാരാരാ? 2 വൈദ്യനാരാണ്? 3 എന്താണ് ദീനം? 3 ചോദ്യങ്ങളുടെ ഉത്തരം അവിടെ ഉണ്ട്. പക്ഷെ കർത്താവായ യേശുവോട് സൗഖ്യം കൊടുത്തത് എന്തിനാ? ആദ്യത്തെ ഭാഗത്ത് എന്തിനാ സൗഖ്യം കൊടുത്തത്? ഒരു പക്ഷവാത രോഗിക്കാൻ സൗഖ്യം കൊടുത്തത്. അവിടുത്തെ ദീനക്കാരനാരായിരുന്നു? മിണ്ടുന്നേ. പക്ഷവാത രോഗി. വൈദ്യനാരാണ്? കർത്താവായ യേശുക്രിസ്തു. കൊടുത്ത സൗഖ്യം എന്താ? വേറെ ദിവസം അറിയാവുന്നവർ പറഞ്ഞാട്ട് എന്താ കൊടുത്ത സൗഖ്യം? ആദ്യം കൊടുത്തത് എഴുന്നേറ്റ് കിടക്കയെടുത്ത് നടക്കുക എന്നാണോ? ആണോ? ആദ്യം കൊടുത്ത സൗഖ്യം അതാണോ? ആദ്യം കൊടുത്ത സൗഖ്യം എന്താ? മകനെ, നിന്റെ പാപങ്ങൾ മോചിച്ചു തന്നിരിക്കുന്ന. വേറെ പുസ്തകത്തിന്റെ അടിസ്ഥാന യാഥാർത്ഥ്യങ്ങൾ ഇളക്കി മറിച്ചിട്ട് പ്രായോഗിക കാര്യങ്ങൾ ആരും സ്ഥാപിക്കാൻ ശ്രമിക്കരുത്. യേശുക്രിസ്തു ചെയ്ത രോഗസൗഖ്യങ്ങൾ, യേശുക്രിസ്തു നൽകിയ രോഗസൗഖ്യങ്ങളുടെ അടിസ്ഥാനപരമായ ലക്ഷ്യം ശാരീരിക രോഗസൗഖ്യം ആയിരുന്നില്ല. പിന്നെ അത് സംഭവിച്ചു. അതിന്റെ ആഫ്റ്റർ എഫക്റ്റ് എന്ന നിലയിൽ പാർശ്വഫലമെന്നോ അല്ലെങ്കിൽ പരിണിത ഫലമെന്നോ വിശേഷിപ്പിക്കുവാൻ കഴിയുന്ന കാര്യമായിട്ട് നമുക്കത് പറയാം. എന്നാൽ ആത്യന്തികമായി യേശുവിന്റെ ലക്ഷ്യം എന്തായിരുന്നു? പാപത്തിന് പരിഹാരം വരുത്തുക.